അപ്പോൾ രാവിലെ തന്നെ അമ്മയെ കൊണ്ട് ഹോമിയോ ക്ലിനിക്കിലൊന്ന് വിടണം കേട്ടോ. ആലുവ തോട്ടുമുഖത്ത് പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ബിൽഡിങ്ങിലാട്ടോ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. എനിക്ക് വർഷങ്ങളായിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് ക്ലിനിക്കിൽ കയറി ഞാൻ കുറച്ച് മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തരാമെന്ന്. ഞാൻ എൻ്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. എനിക്ക് കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു കേട്ടോ ഒരാഴ്ചത്തിന് വേണ്ടി. അത് കഴിഞ്ഞ് നേരെ വന്ന് ഫെഡറൽ ബാങ്കിൽ പോയിട്ടോ. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് പരിപാടിക്ക് റെഡിയായി കിട്ടി. അത് കഴിഞ്ഞ് മിനുവിനെയും കൂട്ടി SBIയിൽ പോയിട്ടോ. അവളുടെ ബാങ്ക് അക്കൗണ്ട് അവിടെയായിരുന്നു. അവിടെ ഒരു അരമണിക്കൂർ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹായ് ഗൈസ്, ഞങ്ങളിപ്പം എറണാകുളത്താണുള്ളത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കിട്ടി. ഇനി നമുക്ക് വിസയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയി ഒന്നുകൂടെ ഏജൻറ്റിനെ ഏൽപ്പിക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ അറിയായിരിക്കും അല്ലേ പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പം ഞാനും മിന്നും മാമനും കൂടി ആട്ടോ പോകുന്നത്. മാമന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് തോട്ടുമുഖത്തുനിന്ന് ആലുവയ്ക്ക് പോകാനുള്ള തിരക്കാട്ടോ കാണുന്നത്. ഇത് പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ ഗേറ്റ് കേട്ടോ. അത് ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോകുമായിരുന്നു. അവിടെ നിന്ന് ചേട്ടൻ പെട്ടെന്ന് പൊക്കോന്ന് പറഞ്ഞു. ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു ചേട്ടാ. ഞങ്ങളല്ലേ തന്നെ ലേറ്റ് ആയിരുന്നു. നമ്മൾ എറണാകുളത്തുള്ള ഗ്ലോബൽ വിങ് ട്രാവൽ സർവീസിലോട്ടോ പോകുന്നത്. നമ്മൾ പോകുന്ന കൺട്രിയിലേക്കുള്ള വിസ പ്രോസസ്സ് ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. ഇവർക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നത് കേട്ടോ. ഇതാ കളമശ്ശേരിയിലുള്ള HMTയുടെ മുന്നിൽ കൂടെ പോകുന്ന വഴി കേട്ടോ. എന്നെ ഭംഗിയാന്ന് നോക്കി. ഏജൻസിയിൽ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഈ തവണ നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിസ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു മാക്സി കയറി കേട്ടോ. നമ്മുടെ കോട്ടയത്തെ മാക്സിനേക്കാളും കളക്ഷനും ഉണ്ട്, ഓഫറും ഉണ്ട് കേട്ടോ. മിനിനെ താഴെ വിട്ട് ഞാൻ മേലിൽ മെൻസെഷന് വന്ന് വെറുതെ നോക്കാൻ നിന്ന് കേട്ടോ. ഞാൻ എന്നും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാനൊന്നും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കയറുന്നത്. പക്ഷേ ഇന്നും എടുത്തു കേട്ടോ 3 ടീഷർട്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോരും കേട്ടോ. നമ്മൾ 2 മണിക്ക് ഇറങ്ങിയതാണ്. നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് 6:30 കഴിഞ്ഞിരുന്നു. വൈകിട്ട് നമ്മൾ ഫുഡ് സബ്വേന്നാട്ടോ ഓർഡർ ചെയ്തത്. അവരൊരു നോട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാമൻ്റെ ലാപ്ടോപ്പ് ഒന്ന് ഫോർമാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഓക്കെ ബൈ.